UDFന്റെ നിയുക്ത MLA-മാരായ ഷിബു തെക്കുംപുറവും അപ്പു ജോൺ ജോസഫും കോതമംഗലം അരമനയിലെത്തി ബിഷപ്പുമായി ചർച്ച നടത്തി. ആലുവ മൂന്നാർ രാജപാത, വന്യമൃഗശല്യം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന് ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ ഇരുവരോടും ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ തിളക്കമാർന്ന വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയുക്ത MLA-മാരായ അപ്പു ജോൺ ജോസഫും ഷിബു തെക്കുംപുറവും കോതമംഗലം അരമനയിലെത്തി ബിഷപ്പുമായി ചർച്ച നടത്തിയത്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് ഇരുവരും കോതമംഗലം രൂപതാ ബിഷപ്പ് മാർ ജോർജ് മഠത്തിക്കണ്ടത്തിലിനെ കാണാനെത്തിയത്. മികച്ച വിജയം നേടിയതിന്റെ ആഹ്ലാദം പങ്കിടുന്നതിനായിട്ടാണ് അരമനയിൽ എത്തിയതെന്ന് നിയുക്ത MLA-മാർ പറഞ്ഞു. ഇവിടെ നമുക്കറിയാം, ആലുവ മൂന്നാർ രാജപാത നമ്മളുടെ വലിയ ആവശ്യമാണ്. അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നുള്ളത്. തീർച്ചയായും പിതാവുമായി സംസാരിച്ചപ്പോൾ കുടിയേറ്റ ജനതയുടെ വലിയ പ്രശ്നങ്ങൾ പിതാവ് ഷെയർ ചെയ്യുകയുണ്ടായി. പ്രത്യേകിച്ച് കുടിയേറ്റ ജനത ഇന്ന് കുടിയേർക്കലിൻ്റെ പാതയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആ കാര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആലുവ മൂന്നാർ രാജപാത അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള വലിയ ശ്രമം UDFന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഉന്നയിക്കുകയുണ്ടായി. കോതമംഗലത്തെ പിതാവിനെ വന്ന് കണ്ട് വിജയാഹ്ലാദം പങ്കുവയ്ക്കുവാനും അനുഗ്രഹങ്ങൾ വാങ്ങിക്കുവാനുമാണ് ഇന്നിവിടെ വന്നത്. എല്ലാ ജനവിഭാഗങ്ങളുടെയും വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനനന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണമെന്ന ഒരു ഉപദേശമാണ് പിതാവ് തന്നത്. ആലുവ മൂന്നാർ രാജപാത, വന്യമൃഗശല്യം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ വേണമെന്ന നിർദ്ദേശം ബിഷപ്പ് ഉന്നയിച്ചുവെന്നും സന്ദർശനത്തിന് ശേഷം ഇരുവരും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.